ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ ചപ്പാത്തിയും പരിപ്പ് കറിയും വെക്കാനായിട്ടാണ് കേട്ടോ. പരിപ്പും തക്കാളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് വെക്കാം നമുക്ക്. അപ്പോൾ അന്ന് കുട്ടികൾ സ്കൂളിൽ പോവാണ് രാവിലെ തന്നെ. അവർക്ക് ലഞ്ച് വേണ്ട, അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരവിടെ നിന്ന് തന്നെ കഴിക്കും. ഇപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതേ പരിപ്പും ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ പരിപ്പ് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇതേ വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പം അടുത്ത തന്നെ അടുപ്പിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പരത്തിയൊക്കെ വെച്ചു. അപ്പോൾ അതേ കല്ല് ചൂടായി വന്ന് ചപ്പാത്തി ഇട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു. ഇന്നലെ ചേട്ടൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു, അമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഫുൾ ഡേ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇന്നലെ ഇവിടെ മഴ ഉണ്ടായിരുന്നു രാത്രി എല്ലാവരും 4 മണിക്ക് ശേഷം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എപ്പോഴും പറയും മഴയല്ലേ ഇവിടെ നമുക്ക് കോയമ്പത്തൂർ കേരളത്തിലൊക്കെ വെച്ചാൽ നല്ല മഴയാണ്, എല്ലാവരും വെള്ളത്തിലാണ്. പക്ഷേ ഇവിടെ വെച്ചാൽ മഴ കുറവാണ്. എപ്പോഴും മഴ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എന്താണോ മഴയില്ല, ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ ഒരു കാലാവസ്ഥയാണ്. പക്ഷെ മഴ പെയ്യൂല, വെയിലുദിക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. വൈകുന്നേരം മഴ പെയ്തപ്പോൾ അപ്പം പോയ കറണ്ട്. പിന്നെ രാത്രി വന്ന് പിന്നെ മഴ കാരണം ഒന്നും ചെയ്യാനും പറ്റിയില്ല. അതെ, അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ എടുക്കുകയാണ് കേട്ടോ. അടുത്ത ചപ്പാത്തി ഇടുക. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കൂട്ടാൻ നമുക്ക് താളിക്കാം പരിപ്പ് കറി. അപ്പോൾ അതേ എണ്ണയിലേക്ക് കടുകിട്ടു, ജീരകം ഇടാം. അടുത്തത് ജീരകം ഇതിപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ജീരകം ഇടാം കേട്ടോ. ജീരകം ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് വറ്റൽമുളകും സബോളയും കറിവേപ്പിലയും സബോളയും കൂടി ഇടാം കേട്ടോ. അയ്യോ, സബോളയല്ല അല്ലേ, മറ്റെന്നിട്ട് പറയുന്നത് സവാള. ഞങ്ങൾ സബോള എന്നാണ് പറയുക തൃശ്ശൂരൊക്കെ, അതാണ് സബോള എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സവാളയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റാം. അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത് രണ്ടും മാത്രം ആഡ് ചെയ്യാം കേട്ടോ. അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയില്ലേ, അതങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിക്കാം. അതന്നെ പരിപാടി. ജസ്റ്റ് വേഗം ഇതുണ്ടാക്കി കഴിയും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇതല്ല കൂടുതൽ, ഒരു ദാൽ കറിയല്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ ഇത് കേട്ടോ. അപ്പോൾ പരിപ്പ് നമുക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ ഇപ്പോൾ കട്ടിയായിട്ട് തന്നെ ഇരിക്കിന്, അതൊന്നും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വേറെ പരിപാടിയൊന്നും ഇല്ല ഇതിൽ. ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് ഈ ഇതില്ലേ മല്ലിയില, അത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇവിടെ നല്ലോണം കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ എപ്പോഴും മല്ലിയിലുണ്ട്. ചെറിയ കടകളിൽ പോലും മല്ലിയില നല്ലോണം ഉണ്ടാവും. അപ്പോൾ അവർ വേപ്പില ചോദിച്ചാൽ തന്നെ നമുക്ക് 10 രൂപയ്ക്ക് വേപ്പില വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ അവർ ഒരു 2 തണ്ട് മല്ലിയില അവർ ആഡ് ചെയ്ത് തരും നമുക്ക്. അതിന് നമുക്ക് എക്സ്ട്രാ കാശൊന്നും കൊടുക്കണ്ട. 10 രൂപയിൽ തന്നെ കിട്ടും മല്ലിയില. അപ്പോൾ അത് നമുക്ക് ഇത്തിരി ബട്ടറും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും, നല്ല മണം ഉണ്ടാവും കറിക്ക്. അപ്പോൾ ഞാൻ ആ ബട്ടറും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതേ കുട്ടികൾ നേരമായി സമയമായി ഇന്ന് പോവാനായിട്ട് അവർക്ക്. അപ്പോൾ അതേ അവർക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് അവർക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർ കഴിച്ചിട്ട് അവരിപ്പോൾ 8-8:30 ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് പോവും. അപ്പോൾ ചേട്ടനാണ് കൊണ്ടുപോയി വിടുക. രാവിലെ ചേട്ടൻ കൊണ്ടുപോയി വിടും, വൈകിട്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരും. അപ്പോൾ അതേ ഒരാൾ കഴിക്കാൻ ഇവിടെ റെഡിയാണ്, കഴിക്കുന്നുണ്ട്. അവിടെ കഴിച്ചിട്ട് അഭിപ്രായം പറയും കേട്ടോ, നന്നായിരുന്നു എന്തായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപ്പ് കറികളൊക്കെ. അപ്പോൾ അവൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവൻ തന്നെ കഴിച്ചോളും. രണ്ടാമത്തെ ആൾക്ക് നമ്മൾ നേരായ കാരണ്ട് നമ്മൾ വാരി തന്നെ കൊടുക്കണം. അപ്പോൾ 2 ആൾക്ക് സ്നാക്സ് ആക്കിയിട്ടുണ്ട്. ആപ്പിളും മാതള നാരങ്ങയാണ് 2 ആൾക്ക് ആക്കിയേക്കണ്. അപ്പോൾ പിന്നെ അവർ റെഡിയായി ഇറങ്ങി. അവർ ഇറങ്ങുന്നതോട് കൂടി തന്നെ അഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. അഞ്ഞ് സാധാരണ വീട്ടിലത്തെ പണികളഞ്ഞുള്ളൂ എനിക്ക്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ദിവസത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.